വാക്യങ്ങൾ നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കും. മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല, ഒപ്പങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലെ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഈ വാക്യങ്ങളോടെയാണ്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു ആ വാക്യം. കാരണം നോമ്പുകാലത്ത് അതിൻ്റെ ആദ്യ ഭാഗത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഒപ്പങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ ജീവിതത്തെ മനോഹരമാക്കുന്നത്, രുചിയുള്ളതാക്കുന്നത് കൂടെ നടക്കുന്ന മനുഷ്യരുടെ സ്നേഹമാണ്. എഴുത്തുകാരന് ഒരു രൂപകം പറയുന്നുണ്ട്. ക്രിക്കറ്റ് കളി പോലെയാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും. ഒരു ബാറ്റ്സ്മാൻ ക്രീസിൽ നിൽക്കുന്നു. ഗ്രൗണ്ടിലുള്ള 11 പേരും അയാളെ തോൽപ്പിക്കാൻ, ഔട്ടാക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും ബോൾ കൊണ്ട്, വാക്കുകൊണ്ട്, അക്രമാത്മകത കൊണ്ടൊക്കെ. കൂടെ സഹായിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, അത് സഹ ബാറ്ററാണ്. ബാക്കി എല്ലാവരും അയാൾക്കെതിരാണ്. ഈ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നത് മനുഷ്യജീവിതമാകുന്ന യാത്രയിലെ സഹയാത്രികരെ സൂചിപ്പിക്കുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു. കുറേയേറെ ഉദാഹരണങ്ങളും പല മനുഷ്യരുടെ, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ സഹായം കൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോയവരുടെ. വാൻഗോഗിനെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സഹോദരനായ തിയോ ആണ് ജോലി ചെയ്ത് ജ്യേഷ്ഠന് വേണ്ടി പണമുണ്ടാക്കുകയും ജ്യേഷ്ഠൻ ചിത്രകാരനാകാനായിട്ട് സഹായിക്കുകയും ചെയ്തത്. അനേകം ഉദാഹരണങ്ങൾ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ചിന്തയെ ആത്മീയ മേഖലകളിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. എല്ലാ മനുഷ്യർക്കും സ്നേഹത്തിൻ്റെ തണുപ്പ് ആവശ്യമാണ്, പിന്തുണ ആവശ്യമാണ്, കൂടെ നിൽക്കുന്നവരുടെ സഹകരണം ആവശ്യമാണ്. ഗെത്സെമനിയിൽ ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നു. 3 ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോകുന്നത് നാം വായിക്കുന്നു. അവരുറങ്ങി എന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന 2 ശിഷ്യന്മാർ, ഒരാൾ തനിച്ചല്ല, കൂടെ മറ്റൊരാൾ കൂടിയുണ്ട്. മൂന്നാമതായി യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ധൈര്യം വീണ്ടും ജനിച്ചു തുടങ്ങുന്നത്, മുളയെടുത്തു തുടങ്ങുന്നത്, അവർ ജെറുസലേമിലേക്ക് തിരിച്ചു വരുന്നത്. ഇതിന് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യരുണ്ട്. കുടുംബാംഗങ്ങളാണ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ്. ആ സൗഹൃദ സ്നേഹബന്ധങ്ങളെ ബലപ്പെടുത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തെ ആത്മീയതയിലും സാമൂഹികമായ ജീവിതത്തിലുമൊക്കെ ശക്തിയുള്ള ഒരു സാഹചര്യത്തിനുള്ള സാധ്യത. ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളെ പ്രാധാന്യത്തോടെ കാണുക, അത് മെച്ചപ്പെടുത്താൻ, വളർത്താനുള്ള ശ്രമങ്ങൾ എടുക്കുക, കുടുംബം എടുക്കുക. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളുടെ സന്തോഷം എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണ്. ബോധപൂർവമായ ശ്രമം എടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയാറില്ലേ? ഇതിങ്ങനെ നിന്നോളും, ഇതിങ്ങനെ നടന്നോളും, ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലും ആ സ്നേഹം ഉണ്ടായിക്കോളും, അവർ എന്നെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് എന്ന മട്ടിലാണ് മിക്കവാറും ആളുകളൊക്കെ ജീവിച്ചു പോകുന്നത്. അത് വാസ്തവമല്ല. നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ, നാം അർഹമായ ആദരവ് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കിടയിൽ സ്നേഹം പതുക്കെ തണുത്തു പോകും, കെട്ടുപോകും. ഈ നോമ്പുകാലം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ ബന്ധങ്ങളെ ശക്തമാക്കുക, സുരക്ഷിതമാക്കുക എന്നതാണ്. അലംഭാവത്തോടെ കാണുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, കുടുംബത്തിന് വേണ്ടി അല്പം പോലും സമയം ചെലവഴിക്കാതെ മറ്റനേകം കാര്യങ്ങളിൽ വ്യാപരിച്ചു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സമയക്രമത്തിൽ കുടുംബത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് പോലും അമ്മയെ ഓർമ്മിക്കുന്നു. എന്തൊരു മനോഹരമായ ഓർമ്മപ്പെടുത്തലാണത്. കഠിനവേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും അവൻ തൻ്റെ അമ്മയെ ഓർമ്മിക്കും. ശിഷ്യന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തെ എത്ര പ്രാധാന്യത്തോടെയാണ് ഈശോ കാണുന്നത് എന്നുകൂടി ധ്യാനിക്കണം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര ബഹുമാനത്തോടെയാണ് കാണുന്നത്? കുടുംബത്തിലൊക്കെ പലപ്പോഴും നാം കാണുന്ന, കേൾക്കുന്ന ഉദാഹരണങ്ങൾ അത്ര നല്ലതല്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്നു. സ്നേഹമുള്ളവരോട് ദേഷ്യപ്പെടാൻ പറ്റും, അത് വാസ്തവമാണ്. പക്ഷെ നിരന്തരം ദേഷ്യപ്പെടുകയും ആ സ്നേഹം പ്രകടമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ
ആ ബന്ധം എങ്ങനെയാണ് ശക്തമായി നിലനിൽക്കുക? ഈശോ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു നടത്തിയത് ഒന്ന് ഓർക്കേണ്ടതല്ലേ? എന്തൊരു സ്നേഹമാണ്! അവർ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തുന്നുണ്ട്. അവരെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അവൻ അവരെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്, പരിശീലിപ്പിക്കുന്നുണ്ട്. എപ്പോഴും ആനുപാതികമായ സ്നേഹവും തിരുത്തലും കാരുണ്യവുമൊക്കെ അവന് ശിഷ്യന്മാരോടുണ്ട്. അതുതന്നെയാണ് നമ്മുടെയും ജീവിതത്തിലൊക്കെ മാതൃകയാക്കേണ്ടത്. ഈ നോമ്പുകാലത്ത്, ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളെ, ആദ്യമായി കുടുംബത്തിൽ തന്നെ, അവയെ ബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ എടുക്കുക എന്നതാണ്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.